നമസ്കാരം. എല്ലാവർക്കും നേരം ഓൺലൈനിലേക്ക് ഹാർദവമായ സ്വാഗതം. കേരളത്തിലും തമിഴ്നാട്ടിലെ ചില ക്ഷേത്രങ്ങളിലുമെല്ലാം തന്നെ ഹനുമൽ ജയന്തി ആഘോഷം നടക്കുന്നത് ധനുമാസത്തിലെ മൂലം നക്ഷത്രത്തിനാണ്. മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ ചൈത്ര പൗർണമിക്കാണ് ഹനുമൽ ജയന്തി ആഘോഷിക്കുന്നതെങ്കിൽ നക്ഷത്രത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് കേരളം, തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ധനുമാസത്തിലെ മൂലം നക്ഷത്രത്തിന് ഹനുമൽ ജയന്തി ആഘോഷിച്ചു വരുന്ന ഒരു പതിവ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കേരളത്തിലെ പ്രസിദ്ധമായിട്ടുള്ള തിരുവല്ലയ്ക്കടുത്തുള്ള തൃക്കവിയൂർ ഹനുമാൻ സ്വാമി ക്ഷേത്രം യഥാർത്ഥത്തിൽ മഹാദേവ ക്ഷേത്രമാണ്. ഹനുമാൻ സ്വാമിയുടെ പേരിലാണ് അത് പ്രസിദ്ധമെന്ന് മാത്രം. OTC ഹനുമാൻ സ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്തുള്ളത്. ഇവിടെ എല്ലാം തന്നെ ധനുമാസത്തിലെ മൂലം നക്ഷത്രം ഹനുമൽ ജയന്തി ആഘോഷിച്ചു വരുന്നതാണ്. ആലപ്പുഴയിലെ കാട്ടൂർ പുതിയ വീട്ടിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലെല്ലാം ചൈത്ര പൗർണമിയാണ് ഹനുമൽ ജയന്തി ആഘോഷിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ തിഥി അനുസരിച്ചും നക്ഷത്രമനുസരിച്ചും രണ്ട് രീതിയിൽ ഇങ്ങനെ ഹനുമൽ ജയന്തി ആഘോഷിച്ചു വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ശ്രീരാമൻ്റെ നാമം ഒന്ന് ചൊല്ലുമ്പോൾ തന്നെ പ്രസന്നവദനായി മാറുന്ന ഒരു മൂർത്തിയാണ് ഹനുമാൻ സ്വാമി. ജീവിച്ചിരിക്കുന്ന ഒരു മൂർത്തി കൂടിയാണ് ഹനുമാൻ സ്വാമി. അദ്ദേഹം നമ്മുടെ ചിരഞ്ജീവിയാണെന്നാണ് പറയുക. രാമനാമം ഉള്ളിടത്തോളം കാലം അദ്ദേഹവും ഈ പ്രപഞ്ചത്തിലുണ്ടാവും എന്ന് കരുതപ്പെടുന്നു. അങ്ങനെയുള്ള ഹനുമാൻ സ്വാമിയുടെ ജയന്തി ആഘോഷം അത് ഇത്തരത്തിൽ ധനുമാസത്തിലെ മൂലം നക്ഷത്രവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അതിന് കൂടുതൽ പ്രാധാന്യം വ്രതവുമായി ബന്ധപ്പെട്ടാണെന്ന് കാണുവാനായിട്ട് സാധിക്കും. ഇത്തവണ ഹനുമാൻ സ്വാമിയുടെ പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്ന ചൊവ്വാഴ്ചയും ശനിയാഴ്ചയുമാണ്. അതിൽ ശനിയാഴ്ചയാണ് ഇത്തരത്തിൽ മൂലം നക്ഷത്രം വരുന്നത് എന്നത് അതിൻ്റെ പ്രാധാന്യം ഇരട്ടിയാക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഉത്തരേന്ത്യയിലും കേരളത്തിലെ മറ്റു പല സ്ഥലങ്ങളിലും തിഥി പ്രാധാന്യമായിട്ട് വരുമ്പോൾ ചൈത്ര പൗർണമിക്ക് ഹനുമൽ ജയന്തി എടുക്കുമ്പോൾ 2026 ഏപ്രിൽ മാസം 2-ാം തീയതിയാണ് ആ ഹനുമൽ ജയന്തി വരുന്നത്. ഈ രണ്ട് ഹനുമൽ ജയന്തികളും ഹനുമൽ ഭക്തർ എടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തിരുവല്ലയിലെയും ആലപ്പുഴ, തിരുവനന്തപുരം പോലുള്ള സ്ഥലങ്ങളിലുള്ളവരൊക്കെ തന്നെ ഇത്തരത്തിൽ രണ്ട് ഹനുമൽ ജയന്തി വളരെ ആഘോഷമായിട്ട് കൊണ്ടാടുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്തായാലും തന്നെ ഇത്തരത്തിൽ ഹനുമാൻ സ്വാമിയുടെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് നമുക്ക് ഈ ഹനുമൽ ജയന്തിയുമായി ബന്ധപ്പെട്ട വ്രതം എടുക്കേണ്ടത്, എന്താണ് നമുക്ക് ആ സമയത്ത് ഹനുമാൻ സ്വാമിയെ പ്രീതിപ്പെടുത്തുവാനായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക, ഇതൊക്കെയാണ് ഇതിൽ നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമ്മളുടെ കുട്ടികൾക്ക് എങ്ങനെയാണ് ഒരു പിറന്നാളിന് നമ്മൾ സമ്മാനങ്ങളും എല്ലാം വാങ്ങിച്ചു കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്നത് എന്നതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയുടെ ജയന്തിക്കും അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കുന്നതിൽ വലിയ പ്രാധാന്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ സംപ്രീതിയാണ് നമുക്ക് അനുഗ്രഹമായിട്ട് വന്ന് ഭവിക്കുക. അത് ഏതൊരു മൂർത്തിക്കും അങ്ങനെ തന്നെയാണ്. ആ മൂർത്തി പ്രസാദിക്കുവാനായിട്ട് വേണ്ടുന്ന നമ്മൾ ചെയ്യുമ്പോൾ ആ മൂർത്തി നമ്മളോട് സംപ്രീതനായിട്ട് മാറുന്നു. അതിലൂടെ നമുക്ക് അനുഗ്രഹമായിട്ടത് മാറുന്നു എന്നാണ്. അങ്ങനെ ആ ഹനുമാൻ സ്വാമിക്ക് വേണ്ടിയിട്ട് വെറ്റിലമാല സമർപ്പിക്കുക, അവൽ നിവേദ്യം, വടമാല മുതലായ വഴിപാടുകൾ നടത്തുക, ഹനുമാൻ സ്വാമിയുടെ 12 നാമം, സഹസ്രനാമം മുതലായ വിശിഷ്ടമായിട്ടുള്ള മന്ത്രങ്ങൾ ജപിക്കുക, ഇതെല്ലാം തന്നെ ഈ ദിനങ്ങളിൽ ചെയ്യുന്നത് വളരെ ഉത്തമമാണെന്നാണ് ആചാര്യന്മാർ പറയുക. നേരത്തെ പറഞ്ഞിരുന്നു, ഇത്തവണ ശനിയാഴ്ചയാണ് വരുന്നത് എന്നതുകൊണ്ട് വ്രതത്തിന് പൊതുവേ ഇത് ധനുമാസത്തിലെ മൂലം എന്ന് പറയുന്നത് മണ്ഡലകാലവുമായി ബന്ധപ്പെട്ട് വരുന്നതായതുകൊണ്ട് വ്രതത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് കാണാറുണ്ട്. അത്തരത്തിൽ വ്രതം എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തലേന്ന് തന്നെ ഒരിക്കലിരുന്ന് പിറ്റേന്ന് രാവിലെ, അതായത് ഹനുമൽ ജയന്തി ദിവസം രാവിലെ ശ്രീരാമക്ഷേത്രത്തിലോ ഹനുമൽ ക്ഷേത്രത്തിലോ, ഇനി അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്തുള്ള ശിവക്ഷേത്രം, ശ്രീകൃഷ്ണൻ്റെയോ ക്ഷേത്രങ്ങൾ, സൂര്യക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ, ഇതൊക്കെ ഇങ്ങനെയുള്ള പുണ്യ സന്നിധാനങ്ങളിൽ പോയി ദർശനം നടത്തി ഭഗവാന് എല്ലാ ദേവന്മാരുമായിട്ടും വളരെ അടുത്ത ബന്ധമാണുള്ളതെന്നാണ് പറയുക. കലികാലത്തിൽ ഭദ്രകാളിയുടെ വാഹനമായിട്ടും
കാവൽക്കാരനായിട്ടുമൊക്കെ ഹനുമാൻ സ്വാമി ഉണ്ടെന്നാണ് പറയുക. ശിവൻ്റെ പുത്രനാണ് ഹനുമാൻ സ്വാമി, സൂര്യഭഗവാന്റെ ശിഷ്യനാണ് ഹനുമാൻ സ്വാമി എന്ന് പറയും. അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ ദേവന്മാരുമായിട്ടും ദേവിമാരുമായിട്ടും ഒക്കെ തന്നെ ഹനുമാൻ സ്വാമിക്ക് ബന്ധമുള്ളത് കൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ, നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയിട്ടാണെങ്കിലും നമുക്ക് ദർശനം നടത്തി അവിടെ നിന്ന് ഹനുമാൻ സ്വാമിയെയും ശ്രീരാമ ഭഗവാനെയും ശ്രീരാമചന്ദ്ര പ്രഭുവിനെയൊക്കെ സ്മരിച്ച് അവരുടെ മന്ത്രങ്ങളെല്ലാം ചൊല്ലി നമുക്ക് ആ വ്രതം നമുക്ക് ചെയ്തു തുടങ്ങാവുന്നതാണ്. പ്രധാനമായിട്ടും ഗോതമ്പിൻ്റെ ആഹാരമാണ് ഇതിൽ പ്രാധാന്യമായിട്ട് പറയാറുള്ളത്. ഒരു നേരം മാത്രം ഗോതമ്പിൻ്റെ ഭക്ഷണം കഴിച്ച് ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം തന്നെ ആഹാരമെല്ലാം വെടിഞ്ഞ് ആണ് ഈ വ്രതം അനുഷ്ഠിക്കേണ്ടത്. ഇനി ഗോതമ്പ് കഴിക്കുവാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് അരി ആഹാരമാണെങ്കിലും കഴിക്കാം. അതും ഒരു നേരം മാത്രമായിട്ട് കഴിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഹനുമാൻ സ്വാമിയുടെ വ്രതം. തലേന്ന് ഒരിക്കലെടുക്കുന്നു, പിറ്റേന്ന് ഇതേപോലെ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് മറ്റുള്ള സമയങ്ങളിൽ ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കി ആണ് നമ്മൾ ഈ വ്രതം എടുക്കേണ്ടത്. ഇതുകൂടാതെ ഹനുമാൻ സ്വാമിയുടെ മൂലമന്ത്രമായിട്ടുള്ള വിശേഷമായിട്ടുള്ള മൂലമന്ത്രം, അത് സപ്താക്ഷരി എന്ന പേരിൽ പ്രസിദ്ധമായിട്ടുള്ള ഓം ഭം ഹനുമതേ നമഃ എന്ന മൂലമന്ത്രം, അത് 108, 1008 എന്നിങ്ങനെയൊക്കെ ജപിച്ചുകൊണ്ട് നമുക്ക് ഈ ഹനുമൽ ജയന്തി ദിവസം മുഴുവനും ഹനുമാൻ സ്വാമിയുടെ മന്ത്രങ്ങൾ ജപിച്ച് ആ ദിവസം നമുക്ക് പോകാവുന്നതാണ്. അതേപോലെ തന്നെ ഹനുമാൻ സ്വാമിയുടെ ദ്വാദശനാമം ഓം ഹനുമാൻ അഞ്ജനാസ്വന്നു വായുപുത്രോ മഹാബല രാമേഷ്ട ഫൽഗുനസഗ പിങ്കാക്ഷോ അമിത വിക്രമ ഉദതിക്രമണശൈവ സീതാ ശോകവിനാശന ലക്ഷ്മണ പ്രാണദാതാജ ദശഗ്രീവസ്യ ദർപ്പ. ഇതാണ് ദ്വാദശനാമം. 12 നാമങ്ങളാണ് ഹനുമാൻ സ്വാമിയുടെ. അങ്ങനെയുള്ള ഹനുമാൻ സ്വാമിയുടെ 12 നാമങ്ങൾ 121 പ്രാവശ്യം ജപിക്കുക. അതേപോലെ തന്നെ ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ എന്ന മന്ത്രം, അത് 48, 64, 108, 144 എന്നിങ്ങനെയൊക്കെയുള്ള രീതിയിൽ ജപിക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ സിദ്ധമാകുന്ന ഒരു മന്ത്രം കൂടിയാണ് ഈ മന്ത്രം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടും വ്രതം എടുത്തുകൊണ്ടും ക്ഷേത്ര ദർശനങ്ങൾ നടത്തിയും, ഇതിനൊന്നും കഴിയാത്തവർക്ക് ക്ഷേത്രത്തിൽ വഴിപാടുകൾ ഒക്കെ നടത്തി ഹനുമാൻ സ്വാമിക്ക് പ്രിയപ്പെട്ട വടമാല, വെറ്റിലമാല, അബല നിവേദ്യം മുതലായവയൊക്കെ നടത്തി ഈ ഹനുമാൻ ജയന്തി ആഘോഷത്തിൽ നമുക്ക് പങ്കെടുക്കാവുന്നതാണ്. ഗൃഹത്തിലും ലളിതമായ രീതിയിൽ ഹനുമാൻ സ്വാമിയുടെ ഒരു പൂജ നമുക്ക് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും സ്വയമേ തന്നെ ചെയ്യാവുന്നതാണ് ഈ ഹനുമാൻ സ്വാമിയുടെ പൂജ എന്ന് പറയുന്നത്. നമ്മൾ മലയാളത്തിലുള്ള രാമായണം, അധ്യാത്മരാമായണം, അത് സരസ്വതി പീഠത്തിൽ ഒരു പട്ട് വസ്ത്രമൊക്കെ വെച്ച് അവിടെ വിളക്ക് കത്തിച്ച ശേഷം അതെല്ലാം എടുത്തു വെച്ച് ഹനുമാൻ സ്വാമിക്ക് ഒരു പ്രത്യേകമാകുന്ന ഒരു പീഠം സങ്കല്പിച്ച് അവിടെ ഹനുമാൻ സ്വാമിക്ക് അവരവരാൽ കഴിയുന്ന രീതിയിൽ ഒരു പഴമോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ഒരു നേദ്യം അവിടെ ഹനുമാൻ സ്വാമിയെ സങ്കല്പിച്ച് വെച്ച് രാമായണം പാരായണം ചെയ്യുക. സമ്പൂർണ്ണമായി പാരായണം ചെയ്യുന്നത് ഉത്തമമാണ്. അതിന് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, പ്രധാനമായിട്ടും പട്ടാഭിഷേകം, അതല്ല സുന്ദരകാന്ഡം മുഴുവനായിട്ട് പാരായണം ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും ഉത്തമമാണ്. അത്തരത്തിൽ നമുക്ക് പാരായണമൊക്കെ ചെയ്ത് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നിരവധി രീതിയിൽ നമുക്ക് ഈ ഹനുമാൻ ജയന്തി ദിവസം ഹനുമാൻ സ്വാമിയുടെ ആ സുദിനമായിട്ട് ഉള്ള ആ പുണ്യ ദിവസത്തിൽ നമുക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവും. ഇത് അനുഭവസ്ഥരെല്ലാവരും തന്നെ സാക്ഷ്യപ്പെടുത്തുന്നതാണ്. ഹനുമാൻ സ്വാമിയെ നമ്മൾ ഭജിച്ചു കഴിഞ്ഞാൽ, ഹനുമാൻ സ്വാമിയെ മനസ്സറിഞ്ഞൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഹനുമാൻ സ്വാമി എത്തും എന്നുള്ളതിൽ യാതൊരു സംശയവും ഉണ്ടാവേണ്ട കാര്യം. അത്ര ക്ഷിപ്രപ്രസാദിയാണ് ഹനുമാൻ സ്വാമി എന്ന്. കേരളത്തിൽ നിരവധി ക്ഷേത്രങ്ങളാണ് ഹനുമാൻ സ്വാമിക്കുള്ളത്. തിരുവനന്തപുരത്ത് നേരത്തെ പറഞ്ഞിരുന്നു OTC ഹനുമാൻ സ്വാമി ക്ഷേത്രം, തിരുവല്ല കവിയൂർ, തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രം എന്നാണ് പറയുക, പക്ഷേ അത് ഹനുമാൻ സ്വാമി ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നു. ആലത്തിയൂർ ഹനുമാൻകാവ്, തിരുവില്വാമല, ആലപ്പുഴയിലെ കലവൂരിനടുത്തുള്ള കാട്ടൂർ പുതിയ വീട്ടിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രം, ഇതെല്ലാം തന്നെ
ഹനുമാൻ സ്വാമിയുടെ പ്രസിദ്ധങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങളാണ്. ഇവിടെ എല്ലാം ഈ ദർശനം നടത്തി ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ നമുക്ക് ഹനുമാൻ ജയന്തി ദിവസം പോകാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഉത്തമമാണ്. അതേപോലെ ശ്രീരാമക്ഷേത്രമായുള്ള തൃപ്രയാർ പോലുള്ള ക്ഷേത്രങ്ങൾ, ഇവിടങ്ങളിലെല്ലാം ദർശനമൊക്കെ നടത്തുവാൻ, ഈ ദിവസങ്ങളിൽ ദർശനം നടത്തുവാനൊക്കെ സാധിക്കുന്ന ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്തിന് ഏറ്റവും ഉത്തമമായിട്ടാണ് പറയുക. രാമനാമത്തിൻ്റെ ജപം കൊണ്ട് തന്നെ ഹനുമാൻ സ്വാമി സംപ്രീതനാകും. അതുകൊണ്ട് തന്നെ രാമനാമം കൂടുതൽ ചൊല്ലുക എന്നുള്ളത് ഏറ്റവും വിശിഷ്ടമായിട്ടാണ് പറയുക. ജയ് ശ്രീറാം എന്ന് ഒന്ന് ചൊല്ലിയാൽ മാത്രം മതി, അവിടെ ഹനുമാൻ സ്വാമി സംപ്രീതനായെന്ന്. അത് നാമലിഖിത യജ്ഞമായിട്ടൊക്കെ നടത്താറുണ്ട്. ഒരു ദിവസം 8 മുതൽ 18 അങ്ങനെയൊക്കെ നിരവധി രീതിയിൽ അത് നടത്താനായിട്ട് സാധിക്കും, നമ്മളാൽ കഴിയുന്ന രീതിയിൽ. അത് ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്നവർ, പരീക്ഷയിൽ വിജയം, ബിസിനസ് പോലുള്ള കാര്യങ്ങളിലൊക്കെ വിജയം, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇത്തരത്തിൽ നാമലിഖിത യജ്ഞം നമുക്ക് നിത്യവും അനുഷ്ഠിക്കാവുന്നതാണ്. ഇതെല്ലാം ഹനുമാൻ സ്വാമിയുമായി ബന്ധപ്പെട്ടാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ ഹനുമാൻ സ്വാമിയുടെ ആ പുണ്യദിനമായിട്ടുള്ള ഹനുമാൻ ജയന്തി ദിനത്തിൽ ഇങ്ങനെ ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നതിലൂടെ നമുക്കെല്ലാവർക്കും ഹനുമാൻ സ്വാമി അനുഗ്രഹം ചൊരിയട്ടെ. അതിനായിട്ട് ഹനുമാൻ സ്വാമി എല്ലാവർക്കും അതിനുള്ള ശക്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ വരുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.